കാര്യങ്ങളെല്ലാം നമുക്ക് പോളണ്ടിൽ കിട്ടുന്നത്. ഞാൻ ആക്ച്വലി ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് ഇന്ത്യൻ ഷോപ്സിൽ നിന്നാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഇന്ത്യൻ ഷോപ്പാണ് ലിറ്റിൽ ഇന്ത്യ. ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലായിട്ടും ഈ കറി പൗഡേഴ്സും സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലൊക്കേഷൻ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുള്ളവർ ആ ലൊക്കേഷൻ അനുസരിച്ച് വരേണ്ടതാണ്. ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, വേറെയും കുറേ ഇന്ത്യൻ സ്റ്റോർ നമുക്ക് പോളണ്ടിൽ വാർസോയിലുണ്ട്. അപ്പം ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ കം ഓൺ ഗൈസ്. പരിപ്പ്, അതുപോലെ തന്നെ ഉഴുന്ന്, ഇതൊക്കെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാം. ഞാൻ ഉഴുന്നും പരിപ്പൊക്കെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് കൂടുതൽ വാങ്ങിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിങ്ങൾക്ക് ഫ്ലോർ ഐറ്റംസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അരിപ്പൊടി, അതുപോലെ ഇഡ്ഡലി ദോശയ്ക്കുള്ള പൗഡേഴ്സ്, പിന്നെ അപ്പത്തിൻ്റെ പൗഡർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇവിടെ മിക്സ് ആയിട്ടും കിട്ടും ഇഡ്ഡലി, അതുപോലെ തന്നെ നമുക്ക് പൗഡേർഡ് ആയിട്ടും കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാം. പിന്നെ ഇതാണ് ഇവിടുത്തെ വെജിറ്റബിൾ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത്യാവശ്യം നമുക്ക് പച്ചക്കായൊക്കെ കിട്ടും. പിന്നെ അതുപോലെ സ്വീറ്റ്സ്, നമുക്ക് ലഡു, പേട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ പനീർ, ഉള്ളിയൊക്കെ വേണ്ടവർ ഇവിടെ ഒന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ഉള്ളി, പിന്നെ ഗോവിക്ക, അങ്ങനത്തെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക, പാവയ്ക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പച്ചമുളക് ഞാൻ പൊതുവേ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങണത്. കാരണം വേറെ ഷോപ്പിൽ നമ്മളുടെ നാട്ടിൽ കിട്ടണ പച്ചമുളക് ഞാൻ കാണാറില്ല. പിന്നെ പൊറോട്ട വേണ്ടവർക്ക് ഇവിടെ ഫ്രോസൺ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ട്. നമുക്കിത് ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പനീർ മസാലാസ് ഒക്കെ ഉണ്ട്. പിന്നെ നാട്ടിൽ കിട്ടണ ഹോർലിക്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കിസാൻ്റെ ജാമും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഗൈസ്, നമുക്ക് അവല് വരെ ഇവിടെ കിട്ടുന്നതാണ്. അവലൊക്കെ വാങ്ങിക്കാൻ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ വന്നാൽ മതി. സോയാബീൻ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്നതാണ് ഗൈസ്. സേമിയ വരെ നമുക്ക് കിട്ടും. ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊതുവെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് റൈസ് വാങ്ങിക്കുന്നത്. ഇന്ത്യ ഗേറ്റ്, ജീരകശാല, ബസ്മതി റൈസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മട്ട റൈസൊക്കെ നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്പം റേറ്റ് കൂടുതലാണ്, എന്നാലും നാട്ടിൽ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും. നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോസപ്പിൻ്റെ പേസ്റ്റ് വരെ ഇവരെ അവൈലബിൾ ആണ്. അതുപോലെ വീക്കോയുടെ പേസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. This is mustard. ഇതുണ്ടോ ഗൈസ്, നമ്മുടെ കോക്കനട്ട് ആണ്, ഡ്രൈ കോക്കനട്ട്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൽമണ്ട് ഓയിലാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ടൈപ്സ് ഓഫ് ഓയിലുണ്ട്. മസ്റ്റാർഡ് ഹെയർ ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ വന്നിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ത്യൻ സ്റ്റോറിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വന്ന് സ്വീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.